കണ്ടോ, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആവും ചെയ്യും സ്കിന്ന്. പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പാലിൽ കുതിർത്ത് വെച്ച ഉലുവ എടുക്കാം കേട്ടോ. നമുക്ക് ഉലുവ സാധാ രീതിയിൽ പൊടിക്കുകയും ചെയ്യാം, എങ്കിലും ഞാനതൊന്ന് കുതിർത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവ കുറച്ച് പാലും എടുത്തിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ അളവോളം അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കുന്നതിനും നിറം വർദ്ധിപ്പിക്കുന്നതിനും ഒരു ഷെയ്ഡ് എന്തായാലും കൂട്ടും കേട്ടോ. അതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം. പിന്നെ ഉലുവ അങ്ങനെ അത്ര ഫൈനായിട്ടൊന്നും അറിയില്ല കേട്ടോ. കുറച്ചും കൂടെ അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി പാല്. പിന്നെ ഇത് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം ഉലുവ നല്ല പോലെ വെള്ളം കുടിക്കുന്നൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മൾ ഉലുവ പൊടിച്ചു വെച്ചാൽ അങ്ങനെ തന്നെയാണ്, അതുപോലെ ഉലുവ ഇങ്ങനെ യൂസ് ചെയ്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൽ പെട്ടെന്ന് വെള്ളം തീർന്നു പോവും. വെള്ളം അങ്ങനെയാണ് അബ്സോർബ് ചെയ്യും ഈ ഉലുവ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഉലുവ അടിപൊളിയാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് കേട്ടോ. കാരണം ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഈ പ്രസവത്തിന് ശേഷം ഭയങ്കരമായിട്ട് കരുവാളിച്ചിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഫേസ് പാക്ക് ഡെയിലി ഞാൻ യൂസ് ചെയ്യായിരുന്നു. അങ്ങനെയായിട്ട് നല്ല പോലെ കുറഞ്ഞു കിട്ടിയത് എനിക്ക്. അന്ന് ഞാൻ പൊടിച്ച് വെച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാലിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് നൽകുക. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നേരം വൈകിക്കുന്നില്ല, വേഗം തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതേ സംഭവം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. കൈ കൊണ്ടൊന്നും അപ്ലൈ ചെയ്യില്ല എന്നാണ് മോൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടേ, അവനിതൊക്കെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ. മറ്റേ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നതിൻ്റെ അത്രയ്ക്കും ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ അത് ആ ഒരു ടൈമിന് തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നമുക്കിങ്ങനെ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയും ചെയ്യാം. അത് മൂക്കിലാക്കുന്നില്ല മറ്റേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് കിട്ടും ചെയ്യും കേട്ടോ. എൻ്റെ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു തലയിലാക്കില്ല മുത്തേ. അപ്പോൾ അവരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കില്ല. ആക്കൂല മുത്തേ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ഇനി ഉണങ്ങട്ടെ കേട്ടോ. പിന്നെ ഇത് കണ്ണിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ്. പിന്നെ നല്ല ഉലുവ നല്ല കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് നൽകുക ഈ ഒരു വേനലിൽ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഞാൻ പറഞ്ഞു വന്ന് മറന്നുപോയി അവൻ്റെ സൗണ്ട് കേട്ട കാരണം എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ ദേ നല്ല പോലെ ഇത് ഡ്രൈ ആവട്ടെ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടോ. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അധികം വർത്താനൊന്നും പറയണ്ട കേട്ടോ. ഏത് ഫേസ് പാക്ക് ചെയ്തെങ്കിലും, കാരണം ഒക്കെ ചുളിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടിയത് കണ്ടോ. നല്ല ഗ്ലോ കിട്ടും ഇൻസ്റ്റൻ്റായിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നേരത്തെ കണ്ട ആ ഒരു കളറേ ഇല്ല കണ്ടോ, എത്ര വ്യത്യാസം വന്നു കണ്ടോ. അതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമുക്ക് എങ്ങടേലും പോകുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് നമ്മൾ കുളിക്കുന്നേക്കാളും മുന്നേ ചെയ്താൽ മതി. അപ്പോൾ ആ സ്മെല്ലും ഉണ്ടാവില്ല. നമുക്ക് നല്ല ഗ്ലോയും എന്താ പറയുക, ഒരു ഷെയ്ഡ് നമുക്ക് എങ്ങനെ പോയാലും ഒരു കൂടിയ പോലെ കാണും കേട്ടോ. ഏത് ഫേസ് പാക്ക് ഇട്ടാലും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയില്ല. പല ഫേസ് പാക്ക് ഇട്ടാലും ഇത്രയ്ക്കും ഗ്ലോയൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് അടിപൊളി റിസൾട്ട് നൽകുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ കഴുകിയിട്ട് വരാം. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടോ കഴുകി വന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു സൺസ്ക്രീനും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഒരിക്കലും ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ് പാക്ക് അല്ല. നല്ല എന്താ പറയുക, ഓയിലി അല്ല, നല്ല സോഫ്റ്റ് ആക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം മോയ്സ്ചറൈസർ എന്തായാലും നമ്മുടെ സ്കിന്നിന് അത്യന്താപേക്ഷിതമാണ്. അത് സ്കിൻ കെയർ ചെയ്യുന്നവർ എന്തായാലും മോയ്സ്ചറൈസറും കൂടി ഉപയോഗിച്ചിരിക്കണം നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒരു ലിപ് ബാം. അതും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ.
എന്നിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ അവസാനിപ്പിക്കാനായിട്ട്. ഒരു സൺസ്ക്രീനും കൂടി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യന്താപേക്ഷിതമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടേണ്ട ഒരു സാധനം മോയ്സ്ചറൈസറാണ്. അതുകൊണ്ടാണ് അത് കാണിച്ചത് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ഗ്ലോ കിട്ടിയില്ലേ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. എന്തായാലും സക്സസ്ഫുള്ളി എന്താ പറയുക, നമ്മുടെ ഒരു ഷെയ്ഡെങ്കിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് കൂടും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇത് നടന്നെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.